സോഷ്യോളജിയിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് പറയുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ പാർട്ട് കാണുക. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് 5ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ് സെൽഫ് ഫ്ലെക്സിബിലിറ്റി അഥവാ സ്വയം പ്രതിപതനം എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. ഒന്നെങ്കിൽ 1 വേർഡ് ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. മറ്റൊന്നും അതേപോലെ തന്നെ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യനാണ് ട്രയാങ്കുലേഷൻ അഥവാ ത്രികോണമാപനം. അതും ചോദിക്കും. എന്താണ് 2 മാർക്കിന് ചോദിക്കും, ത്രികോണമാപനം ചോദിക്കും. മറ്റൊന്നാണ് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം. അപ്പം പങ്കാളിത്ത നിരീക്ഷണത്തെക്കുറിച്ച് ചോദിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പം വേറൊരു വിധത്തിൽ 4 മാർക്കിന് ചോദിക്കാം ലിമിറ്റേഷൻസ് ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണത്തിന് പരിമിതികൾ 4 മാർക്കിന് ചോദിക്കാം. മറ്റൊന്നാണ് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റർവ്യൂ, അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, പലതരം അഭിമുഖങ്ങൾ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നമ്മൾ പറയുമ്പോൾ 6ാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. 6ാമത്തെ ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി അഥവാ യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്സ് അഥവാ വിശേഷ അവകാശമുള്ള സംഘങ്ങൾ. നമുക്കറിയാം വിശേഷ അവകാശമുള്ള സംഘങ്ങൾക്ക് 3 സവിശേഷതകളുണ്ട്. ആ 3 സവിശേഷതകൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ നോക്കണം. അത് 6ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഇനി 7ാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് പറയുന്നത്. 7ാമത്തെ ചാപ്റ്റർ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം എന്നാൽ എന്ത്, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു 4 മാർക്കിനൊക്കെ എക്സ്പെക്റ്റബിൾ ആയിട്ട് നോക്കാവുന്ന ചോദ്യമാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അല്ലെങ്കിൽ വിവിധ തരം സാമൂഹ്യ മാറ്റങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ് അതേ പാഠത്തിൽ നിന്ന് തന്നെ വരുന്നത് കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിൻ്റെ കാരണങ്ങൾ. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു ടോപ്പിക്കാണ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് അഥവാ ബന്ധിത സമുദായങ്ങൾ. 2 മാർക്കിന് ചോദിക്കും വാട്ട് ഈസ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ അതേ ചാപ്റ്ററിൽ തന്നെയാണ് ജെൻട്രിഫിക്കേഷൻ അഥവാ കുലീനവൽക്കരണത്തെക്കുറിച്ചും പറയുന്നത്. അതും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ് മേജർ എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ്, പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അത് 8 മാർക്കിന് എസ്സേ ചോദിക്കും, അത് എഴുതണം. അതോടൊപ്പം തന്നെ 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് വൈ എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ് ആർ ഓൾസോ സോഷ്യൽ പ്രോബ്ലംസ്, എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളാവുന്നത്. അതും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി 9ാമത്തെ ചാപ്റ്ററിലും 10ാമത്തെ ചാപ്റ്ററിലും നമ്മൾ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. 9ാമത്തെ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് കാൾ മാർക്സിനെ കുറിച്ച് നിങ്ങൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത് അലിനേഷനും ക്ലാസ് സ്ട്രഗിളും അഥവാ അന്യവൽക്കരണവും വർഗ്ഗസംഘർഷവും. കാൾ മാർക്സിൻ്റെ അന്യവൽക്കരണവും വർഗ്ഗസംഘർഷവും എന്ന ആശയങ്ങൾ നോക്കണം. അത് കഴിഞ്ഞ് എമീൽ ദുർക്കീമിനെ കുറിച്ചാണ് നോക്കുന്നത്. എമീൽ ദുർക്കീമിനെ കുറിച്ച് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഡിവിഷൻ ഓഫ് ലേബർ അഥവാ തൊഴിൽ വിഭജനം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ മാക്സ് വെബറിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതും നോക്കിയിട്ടുണ്ടാവും മാക്സ് വെബറിൻ്റെ. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ GS ഗുരിയനെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. GS ഗുരിയയുടെ 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കാസ്റ്റ് ആൻഡ് റേസും ഡെഫിനിഷൻ ഓഫ് കാസ്റ്റും അഥവാ ജാതിയും വംശവും ജാതിയുടെ നിർവചനവും. ഓക്കെ, GS ഗുരിയയുടെ കാസ്റ്റ് ആൻഡ് റേസ്, ജാതിയും വംശവും, ഡെഫിനിഷൻ ഓഫ് കാസ്റ്റും, ജാതിയുടെ നിർവചനവും നോക്കണം. ഇനി DP മുഖർജിയുടെ ഒരു കാര്യമാണ് പറയുന്നത് ട്രഡീഷൻ ആൻഡ് ചേഞ്ച്, പാരമ്പര്യവും മാറ്റവും. DP മുഖർജി പാരമ്പര്യത്തെയും മാറ്റത്തെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടാകണം, ട്രഡീഷൻ ആൻഡ് ചേഞ്ച്. പിന്നെ അടുത്ത സോഷ്യോളജിസ്റ്റാണ് AR ദേശായി പറയുന്നുണ്ട് സ്റ്റേറ്റ്, രാഷ്ട്രം, ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് AR ദേശായി. അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ MN ശ്രീനിവാസാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്ന സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം വില്ലേജ്, ഗ്രാമം, അതിനെക്കുറിച്ചാണ് നോക്കേണ്ടത്. അദ്ദേഹം പറയുന്ന ഗ്രാമത്തിനെ കുറിച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് +1 സോഷ്യോളജിയിൽ നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ.